ഇങ്ങോട്ട് പോരെ മോനെ. ഇഷ്ടമല്ലെങ്കിൽ നീ ഇനി അവിടെ കഴിയണ്ട. പിന്നെ ഇവിടെ ഒരാള് ദേ എന്റെ അടുത്ത് ഇരിപ്പുണ്ട്, ഞാൻ കൊടുക്കാം. ആരാ? കുഞ്ഞേ, കൊച്ചു ത്രേസ്യാ. ഓർമ്മയുണ്ടോ നിനക്ക്? അതെന്ത് ചോദ്യം അമ്മച്ചി? കൊച്ചു ത്രേസ്യ അമ്മച്ചിയാ. നാടിനെയും വീടിനെയും ഒക്കെ ആലോചിക്കുമ്പോ ആദ്യം തെളിയുന്ന രണ്ട് മുഖങ്ങള് അച്ഛന്റെയും ത്രേസ്യ അമ്മച്ചിയുടെ അല്ലേ? സന്തോഷായി കുഞ്ഞേ. കുഞ്ഞിനോട് ഇത്രയും ദൂരം വർത്താനം പറയാൻ ഒത്തല്ലോ. ത്രേസ്യ അമ്മച്ചി അച്ഛന്റെ കൂടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് വലിയ സന്തോഷായി. ത്രേസ്യ അമ്മച്ചി പാടാറുള്ള ഞാറ്റുപാട്ടുകൾ ഇപ്പോഴും എന്റെ ചെവിയിൽ മുഴങ്ങുക. മക്കള് വരുവോ? ഇങ്ങോട്ട് വരുവോ അച്ഛനെ കാണാൻ? വരൂ അമ്മച്ചി, ഞങ്ങൾ അങ്ങോട്ട് വരിക. ഇങ്ങോട്ട് വരുവാന്ന്. മക്കള് വേഗം വാ, ഒന്ന് കാണാൻ കൊതിയാവുക. നിങ്ങൾ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് കൊച്ചു പറഞ്ഞത് ശരിയാണോ? അതെ അച്ഛാ, ഞങ്ങള് വരിക. ഞാനും ശ്വേതയും വീണയും വരിക. ഉറപ്പാണേ? ഉറപ്പ് അച്ഛാ. അങ്ങനെ എന്റെ വിഷ്ണുവും കുടുംബവും തിരിച്ചു വരുന്നു. ജീവിച്ചിരിക്കുമ്പോ ഇനി അവരെ കാണാൻ പറ്റുമെന്ന് വിചാരിച്ചതല്ല. എപ്പോഴും പറയാറുണ്ടായിരുന്നല്ലോ, മക്കളല്ല ഇട്ടേച്ചു പോയെന്ന്. അവരൊക്കെ ഇദ്ദേഹത്തെ ഇട്ടേച്ച് എങ്ങോട്ട് പോവാനാ? ദേ ഇങ്ങോട്ട് നോക്കിയാട്ടെ. ഈ നെഞ്ചിലെ സ്നേഹം അറിഞ്ഞ ആരും ഇദ്ദേഹത്തെ ഇട്ടേച്ച് എങ്ങോട്ടും പോകുകയല്ല. അതാണല്ലേ എന്റെ കൊച്ച് എന്റെ അടുത്ത് തന്നെ തിരിച്ചു വന്നത്. കരിമ, നീ അങ്ങോട്ട് വരത്തില്ലാന്ന് ഉറപ്പാണോ? അതെ ചിന്നു, അടിവരം വരെ ഞാൻ വരത്തുള്ളൂ. എന്തോ പറ്റാഞ്ഞിട്ടാ. 2-3 ദിവസം നീ അവിടെ നിന്ന് കാര്യങ്ങൾ എങ്ങനെയൊക്കെ ഉണ്ടെന്ന് നോക്ക്, എന്നിട്ടൊരു ദിവസം വരാം. ഇപ്പൊ ഒന്ന് അവിടം വരെ വന്ന് അപ്പാപ്പനോട് കാര്യം പറഞ്ഞിട്ട് ഇനി പോന്നൂടെ? അല്ലെങ്കിൽ അപ്പാപ്പൻ എന്താ കരുത്? കരിമന് അത്രയ്ക്ക് സ്നേഹമുള്ളൂന്ന് തോന്നത്തില്ലേ? എൻ്റെ സ്നേഹം നീ മാത്രം അറിഞ്ഞാൽ മതി. ഞാൻ നീരലിലോട്ട് വന്നാൽ വെല്ലുവിളാളി പിന്നെ വിടത്തില്ല, അവിടെ തന്നെ നിൽക്കാൻ നിർബന്ധിക്കും. ആ മുഖത്ത് നോക്കി മറുത്തു പറയാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല ചിന്നു. എന്നെ കാണാണ്ട് നിനക്ക് ഇവിടെ കഴിയാൻ ഒക്കൂടാ. ഓരോ ദിവസവും എന്റെ വയറ്റിൽ കൈവച്ച് നമ്മുടെ മോന്റെ വളർച്ച നീ എങ്ങനെ അറിയുന്ന? വേണ്ട ചിന്നു, എന്നെ സങ്കടപ്പെടുത്താൻ ഓരോന്ന് പറയണ്ട. നീ എന്റെ മനസ്സ് മാറ്റാനും നോക്കണ്ട. എന്തിനാണ് ഈ വേണ്ടാത്ത വാശി? നീയല്ലേ എന്നെ സങ്കടപ്പെടുത്തുന്ന? അല്ല ചിന്നു, ഞാൻ നീരേറ്റി വന്ന് താമസിക്കാതെ എൻ്റെ ശരിയായ കാരണം വേറൊന്നാ. എന്ത്? നമ്മുടെ ഗുണത്തിന് വേണ്ടിയാ. നമ്മുടെ കൊച്ചിന് ഒരു കുഴപ്പവും കൂടാണ്ട് കിട്ടാൻ വേണ്ടി. നീ മാത്രം അവിടെ താമസിച്ച ആർക്കും ഒരു എതിരും തോന്നത്തില്ല. നിന്നെ സ്നേഹിക്കാൻ വെല്ലുമുലാളി മാത്രമല്ല, സോഫി കൊച്ചമ്മയും പാർവതി ഡോക്ടറും സെലിൻ സാറും ഒക്കെ ഉണ്ട് അവിടെ. പക്ഷെ ഒരു വീട്ടുകാരനെ പോലെ ഞാൻ അവിടെ ഒന്ന് താമസിച്ചാൽ ചിലപ്പോൾ ഇതൊക്കെ അങ്ങ് മാറും. അവസാനം ഓരോരുത്തരുടെ മുഖം കറക്കുന്ന നമ്മൾ കാണേണ്ടി വരും. ചിലപ്പോൾ പാതി വഴിയിൽ ഇറങ്ങി പോരേണ്ടി വരും. അപ്പോൾ നിനക്കും നമ്മുടെ കുഞ്ഞിനും അപകടം സംഭവിക്കാം. അങ്ങനെ ഒരു ദുരിതം വരാതിരിക്കാനാ ഞാൻ അങ്ങോട്ട് വരാത്ത ചിന്നു. അല്ലാണ്ട് നിന്നെ കാണാണ്ട് ജീവിക്കാൻ എനിക്ക് പറ്റുമെന്ന് തോന്നുന്നുണ്ട് നിനക്ക്? ഇത്രയ്ക്കൊന്നും ഞാൻ ചിന്തിച്ചില്ല. ഇപ്പൊ എനിക്ക് മനസ്സിലായി. നീ വരണ്ട. എന്ന സങ്കടമൊക്കെ മാറ്റി സന്തോഷമായിട്ട് എൻ്റെ കുഞ്ഞിനെ അമ്മയും വന്നേ. വന്നാട്ടെ.
ഇനി അമ്മയ്ക്ക് ഇത്തിരി വിശ്രമം വേണം. തലയ്ക്കകത്ത് എപ്പോഴും ഒരു മൂളല് പോലെയാ. വേറൊന്നുമല്ല, പ്രായത്തിന്റെയാ. പിന്നെ അമ്മയ്ക്ക് 90 ആയല്ലോ തലയ്ക്കകത്തിരുന്ന് കാലം മൂളാൻ. മരുന്ന് കൃത്യസമയത്ത് കഴിക്കത്തില്ല. ഡോക്ടറെ കാണാന്ന് പറഞ്ഞാൽ അതൊട്ട് കേൾക്കത്തില്ല. നീരേറ്റേക്ക് ഞാൻ വിളിക്കുന്നുണ്ട്. അമ്മയുടെ കൂടപ്പിറപ്പ് കേശവമാവനോട് ഇങ്ങോട്ട് വരാനും പറയുന്നുണ്ട്. കഴിഞ്ഞ തവണ വന്നപ്പോൾ മാവൻ പ്രത്യേകം പറഞ്ഞതാ ഡോക്ടറെ കൃത്യസമയത്ത് കാണാൻ പോണെന്ന്. എന്നിട്ട് എന്തായി? കേശുവേട്ടനെ നീ വിളിക്ക്. ഒരു കല്യാണാലോചന നടത്തണമെന്ന് കുറേ നാളായിട്ട് കേശുവേട്ടൻ പറയുന്നു. അപ്പൊ അമ്മ രണ്ടാമതും കല്യാണം കഴിച്ച് എന്നെ വിട്ടു പോവാ? വേണ്ട നിന്റെ കളി. പെട്ടെന്നൊരു ദിവസം മുറ്റത്തോ പറമ്പിലോ ഞാൻ വീണ് ചാവുമ്പോഴേ നിനക്ക് ബോധം വരൂ. ചോ, എന്റെ പൊന്നമ്മയെ ഒന്ന് നിർത്ത്. ഇപ്പൊ എന്താ അമ്മയ്ക്ക് വേണ്ടേ? ഞാൻ കല്യാണം കഴിക്കണം, അത്രയല്ലേ ഉള്ളൂ. ഞാൻ സമ്മതിച്ചു. നാളെ തന്നെ നീരേറ്റ് ചെന്ന് നീ കേശുവേട്ടനെ വിളിച്ചോണ്ട് വരണം. അതിനിപ്പോ കൃത്യം 1 വർഷം കഴിഞ്ഞിട്ടല്ലേ ഞാൻ കല്യാണം കഴിക്കൂ. അതിന് തന്നെ എപ്പോഴും ഒരു ആലോചന. 1 വർഷത്തിനകം ഞാൻ തന്നെ ഒരു പെൺകുട്ടിയെ കണ്ടുപിടിക്കും. അപ്പൊ അമ്മയ്ക്കും കേശവനും ജോലി ഭാരം കുറഞ്ഞേ. അമ്മേ നീ ഇങ്ങനെ പറ്റിച്ച് കളിച്ചോ. 1 വർഷം കഴിയുമ്പോഴേക്കും ഞാൻ മണ്ണിനടിയിലായിട്ടുണ്ടാവും. ദേ, ഒരു 100 കൊല്ലത്തേക്ക് അമ്മയുടെ ജീവന് ഞാൻ ഗ്യാരണ്ടിയാ. പിന്നെ എന്റെ മക്കളുടെ കല്യാണമൊക്കെ കണ്ട്, പിന്നെ അവരുടെ മക്കളുടെ കല്യാണം കണ്ട്, അവരുടെ മക്കളുടെ കണ്ട്, അവരുടെ അങ്ങനെ അങ്ങനെ അങ്ങനെ. ഒന്ന് പോടാ അവിടുന്ന്. അമ്മേ, ഇപ്പോഴത്തെ ജോലി എനിക്ക് ഒട്ടും തൃപ്തിയല്ല. തൽക്കാലത്തേക്ക് നിവൃത്തികേട് കൊണ്ട് ഞാൻ ഏറ്റെടുത്തേ ഉള്ളൂ. നല്ല അസല് ജോലി എനിക്ക് കിട്ടും. അതും 1 വർഷത്തിനുള്ളിൽ തന്നെ കിട്ടും. അല്ലാതെ ഇപ്പം ഞാൻ കല്യാണം കഴിച്ചാലേ എൻ്റെ ജീവിതം തൊലഞ്ഞു പോവോ അമ്മേ? അതാണോ അമ്മയ്ക്ക് വേണ്ടേ? അച്ഛൻ വരുത്തി വെച്ച കടങ്ങളൊന്നും തീർന്നിട്ടില്ല. അതൊന്നും അമ്മ മറക്കണ്ട. അമ്മയ്ക്ക് കാണേണ്ടത് നിന്റെ നല്ല ജീവിതമാ. എങ്കിൽ 1 വർഷം അമ്മയൊന്ന് ക്ഷമിക്കേ. കല്യാണം കഴിക്കും മുമ്പ് കുറച്ചൊക്കെ സമ്പാദ്യം വേണോ അമ്മേ? അല്ലെങ്കിൽ വന്നു കയറുന്ന പെണ്ണ് എന്നെയും മൈൻഡ് ചെയ്യില്ല, അമ്മയും മൈൻഡ് ചെയ്യില്ല. ആട്ടെ, അമ്മയ്ക്ക് എങ്ങനെയുള്ള മരുമകളെ ഇഷ്ടം? പെണ്ണന്വേഷിച്ച് നടക്കുമ്പോൾ അതൊക്കെ നോക്കണമല്ലോ. എന്റെ ഇഷ്ടമല്ല, നിനക്ക് ചേരുന്ന എന്താണെന്ന് ഞാൻ പറയാം. കാഴ്ചയ്ക്ക് നല്ല ശ്രീത്വം വേണം. അധികം പഠിത്തമൊന്നും വേണ്ട, ജോലിയും പാടില്ല. വീട് നേരമണ്ണം നോക്കി നടത്തുന്ന ഒരു പെൺകുട്ടിയെയാണ് നിനക്ക് ആവശ്യം. അല്ല, അതിപ്പോ ഇക്കാലത്ത് പഠിപ്പില്ലാത്ത പെൺകുട്ടികളെ എവിടെ നിന്ന് കിട്ടാനമ്മേ? അതെന്താ, നാട്ടിലുള്ള പെൺകുട്ടികളൊക്കെ എഞ്ചിനീയർമാരും ഡോക്ടർമാരും ആണോ? ഒന്ന് പോടാ അവിടുന്ന്. അമ്മേ, അമ്മ അല്പം മോഡേൺ ആയിട്ട് ചിന്തിക്കേ. നല്ല നിലയിൽ ജീവിക്കണമെങ്കിൽ ഇനിയുള്ള കാലത്ത് ഭാര്യയ്ക്കും ഭർത്താവിനും ജോലി വേണം. എന്നാ പിന്നെ നിന്റെ ഇഷ്ടം പോലെ ആയിക്കോ. രണ്ടാളും മത്സരിച്ച് സമ്പാദിക്കുന്നതിൻ്റെ ഇടയിൽ ജീവിതം ഉണ്ടാവില്ല, പണം മാത്രമേ കാണൂ. ഇത് മൊത്തം കൊള്ളാവുന്ന ലക്ഷണമാണ്. അമ്മയുടെ മനസ്സിലെ പെണ്ണും വർഷയും തമ്മിൽ ആനയും ആടും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. രണ്ടും കൂടെ യോജിപ്പിക്കാൻ ഒരു വഴി കട്ടിത്തരണേ ഭഗവാനെ. നീ എങ്ങനെ വന്നേ? ടൗണിൽ ബസ് ഇറങ്ങിയിട്ട് ഒരു ഓട്ടോ പിടിച്ചിങ്ങി വന്നു. എന്തിനാ ചിന്നു ഓട്ടോയിൽ കയറി വന്നേ? നിന്നോട് പറഞ്ഞല്ലോ ഞാൻ ശരീരത്തിൽ കളകാൻ പാടില്ലെന്ന്. അത് കൊച്ചമ്മ അടിവാരത്തെത്തിയിട്ടൊന്ന് ഫോൺ ചെയ്ത കാർ അയക്കില്ലായിരുന്നോ? അച്ഛൻ അറിഞ്ഞാ കിട്ടും നിനക്ക്. അല്ല, കരിമലൂടെ? അത് വരാൻ പറ്റിയില്ല. എന്ന് വെച്ചാ ഈ പരുവത്ത് നിന്നെ തനിച്ചയച്ചു ഇത്രയും ദൂരം. എന്താ ഒരു വരാൻ പറ്റായ്മ? കൊച്ചമ്മ എന്നെ വഴക്കു പറയരുത്. കരിമൻ ഇവിടെ ഒന്ന് താമസിക്കാൻ മടിയാ. അപ്പാപ്പനോടൊന്നും പറയല്ലേ. പറഞ്ഞില്ലെങ്കിലും അച്ഛൻ ചോദിക്കും. എന്താടി, ഞങ്ങളൊക്കെ അന്യരായോ കരിമന്? ഒന്ന് പതുക്കെ പറ കൊച്ചമ്മേ. അപ്പാപ്പനുണ്ടോ അകത്ത്? ഉണ്ട്. നീയും കരിമനും കൂടി വരുന്നത് നോക്കി നിൽക്കുക. കുറച്ചു മുമ്പും ചോദിച്ചു ചിന്നു വന്നില്ലേന്ന്. കൊച്ചമ്മ ഒന്ന് പറയണേ. കരിമൻ അവിടെ ഒത്തിരി പണിത്തിരക്കുള്ളതുകൊണ്ടാ വരാത്തതെന്ന്. തന്നെത്താനങ്ങ് പറഞ്ഞാ മതി. നീ ഇങ്ങോട്ട് വരണമെന്ന് നിർബന്ധം പിടിച്ചത് ഞാനാ. അത് നിന്റെയും നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെയും ജീവൻ രക്ഷിക്കാനാ, അല്ലാതെ നിനക്ക് വേണ്ടി അച്ഛനെ സോപ്പിടാനല്ല. ശരി, അപ്പാപ്പനോട് ഞാൻ തന്നെ പറഞ്ഞോളാം. നിനക്ക് നല്ല ക്ഷീണുണ്ട്, നോക്കട്ടെ. ബ്ലഡ് അല്പം കുറവുണ്ടോ സംശയം. അത് സാരില്ല. നിന്റെ പ്രധാന പ്രശ്നം ഗർഭപാത്രത്തിന്റെ ഭിത്തിക്കുള്ള കനക്കുറവാ. ഞാനത് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. ഉണ്ട് കൊച്ചമ്മേ. അതുകൊണ്ട് കരിമൻ എന്നെ കൊണ്ട് ഒരു ജോലിയും ചെയ്യിക്കത്തില്ല. എന്തൊരു സ്നേഹോ. എന്നിട്ടാണോ എല്ലാം അറിയുന്ന പുന്നാര ഭർത്താവ് നിന്നെ ഇങ്ങോട്ട് ഒറ്റയ്ക്ക് വിട്ടത്? കരിമൻ കാരണം
ഈ വീട്ടിലൊരു പ്രശ്നം ഭാവിയിൽ ഉണ്ടാവണ്ടെന്ന് കരുതിയിട്ടാ. 5-6 മാസം കരിമൻ ഇവിടെ താമസിച്ചു കഴിയുമ്പോൾ കൊച്ചമ്മയ്ക്കും തോന്നുന്നു അത് വേണ്ടായിരുന്നു എന്ന്. കരിമൻ ഇതൊക്കെ മുൻകൂട്ടി കണ്ടെന്നേ ഉള്ളൂ. ചിലപ്പോ കരിമന്റെ തീരുമാനമായിരിക്കും ശരി. എന്തായാലും നീ നല്ലോണം സൂക്ഷിക്കണം ചിന്നു. ഇതത്ര നിസ്സാര പ്രശ്നമല്ല. ഞങ്ങൾ ഡോക്ടർമാരുടെ ഭാഷയിൽ ഹാബിച്വൽ അബോർഷൻ എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്. എത്ര തവണ ഗർഭിണിയായാലും സ്ഥിരമായിട്ട് അബോർഷനാവും. അതിന്റെ പ്രധാന കാരണങ്ങളിലൊന്നാ നിന്റെ പ്രശ്നം. എന്തായാലും ഒരു കുഴപ്പവും വരില്ലെന്ന് വിശ്വസിച്ചോ. എന്തുണ്ടെങ്കിലും എന്നോട് തുറന്നു പറയണട്ടോ. കൊച്ചമ്മേ, മൃദുല പോയിട്ട് വിശേഷമൊന്നുമില്ലേ? ഇല്ല, അവൾ എന്നെ ഒന്ന് ഫോൺ ചെയ്യുക പോലും ചെയ്തില്ല. അവക്ക് പകരം നിന്റെ പ്രസവ ശുശ്രൂഷ നടത്താനായിരിക്കും എനിക്ക് ദൈവം വിധിച്ചിട്ടുണ്ടാവുക. എന്തായാലും നീ എനിക്ക് എന്റെ മൃദുലയെ പോലെ തന്നെയാ. ഒക്കെ അവസാനം എത്തേണ്ടടുത്ത് എത്തുമെന്ന് പറയുന്നത് എത്ര ശരിയാ അല്ലയോ? ആരുടെ കാര്യമാ കൊച്ചി പറയുന്നത്? സോഫി കുഞ്ഞിന്റെ കാര്യം. എത്ര പെട്ടെന്നാ കാര്യങ്ങൾ മാറി മറിഞ്ഞത്. പീലിപ്പോസിനെ തൂക്കിക്കൊല്ലാൻ വിധിച്ചപ്പോ സോഫി ആളാകെ മാറിയില്ലയോ? പിന്നെ അന്നാമ്മയോട് ഇച്ചിരി സഹതാപം തുടങ്ങി. ദേഷ്യവും വെറുപ്പും പകയൊക്കെ എങ്ങോട്ട് പോയി ആർക്കറിയാം. സെലീന കുഞ്ഞൊന്ന് വിളിച്ചപ്പോഴേക്കും ആജന്മ ശത്രുവിന്റെ വീട്ടിൽ ചെന്ന് പൊറുതിയും തുടങ്ങി. വെറുപ്പും പകയൊക്കെ മരണം വരെ ഉണ്ടാവുള്ളൂ കൊച്ചേ. പക്ഷേ സ്നേഹം അങ്ങനെയല്ല കൊച്ചേ, എക്കാലവും നിലനിൽക്കും. സോഫിയെ തെങ്ങുമൂട്ടി തറവാട്ടിൽ എത്തിച്ചത് ആ സ്നേഹമാണ്, സെലീനയോടുള്ള സ്നേഹം. അവളിപ്പോ വയറ്റിക്കളി കൂടിയാണല്ലോ. സ്വന്തം അമ്മച്ചി അടുത്ത് വേണമെന്ന് അവൾ ആശിച്ചു. ആ ആശ സോഫി എന്നോട് പറഞ്ഞപ്പോ ഞാൻ തന്നെയാ നിർബന്ധിച്ചത് തെങ്ങുമൂട്ടി ചെന്ന് താമസിക്കാൻ. അതല്ലയോ കൊച്ചേ അതിന്റെ ശരി? ആന്ന്, അത് തന്നെ ശരി. ആ, ഇപ്പോ സോഫി കുഞ്ഞു അന്നാമ്മയും ഈച്ചയും ചക്കരയും പോലാന്ന ഇന്നലെ സെലീന കുഞ്ഞു വിളിച്ചപ്പോ പറഞ്ഞു. ദൈവത്തിന്റെ ഓരോ കളികള്. നന്നായി കൊച്ചേ. ഗർഭിണിയായിരിക്കുമ്പോ മനസ്സമാധാനവും സന്തോഷവും കിട്ടുമല്ലോ എന്റെ കുഞ്ഞിന്. ആ, കൊച്ചു പറഞ്ഞതുപോലെ തന്നെ ഒക്കെ അവസാനം എത്തേണ്ടിടത്ത് തന്നെ എത്തും. അതല്ലേ കൊച്ചി ഇവിടെ തന്നെ എത്തിയത്. എല്ലാം മാതാവിന്റെ കൃപയാ. ആരാ അത്? അമ്മേ. എക്സ്ക്യൂസ് മീ, ഈസ് ഇറ്റ് നീരേറ്റ് ഹൗസ്? അതെ. എന്താ? ഇതാണോ നീരേറ്റ് വീട്? ആരാണെന്ന് മനസ്സിലായില്ല. ഐ ആം ഡാനിയൽ. മിസ്റ്റർ കൃഷ്ണപിള്ള അല്ലേ? അതെ. അകത്തേക്ക് ഇരിക്കാം. ആ, വരൂ. ഇരിക്കൂ. ഈ കുട്ടി ദിവസവും പറയും അവൾക്കൊരു അപ്പപ്പനുണ്ടെന്ന്. ബാംഗ്ലൂരിൽ ഞങ്ങൾ അടുത്തടുത്ത ഫ്ലാറ്റിലാണ്. എന്റെ ഏറ്റവും വലിയ കമ്പനിയാ കുക്കുമോള്. ഇനി ഇവളെ കാണാനൊക്കില്ലല്ലോ എന്ന് ഓർക്കുമ്പോ ഐ ഫീൽ വെരി സാഡ്. കുക്കുമോള് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. സയനോര എന്നോട് കഥകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ മോളെ, മോളുടെ അപ്പൂപ്പനായത്. എന്റെ അമ്മക്കുട്ടിയാണോ ഇത്? അതെ അപ്പൂപ്പ. എന്നെപ്പോ അമ്മുക്കുട്ടിന്ന് ആരും വിളിക്കാറില്ല. എല്ലാവരും കുക്കുന്നാ വിളിക്കുന്നേ.